മിംസ് ഹോസ്പിറ്റലിന്റെ മുകളിൽ താഴത്തേക്കുള്ള കാഴ്ച കാണുന്നത്. 4ാമത്തെ നില. ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സങ്കടാവസ്ഥയുള്ളൊരു വീഡിയോ ആണ്. അത് ഒരു ഓർമ്മപ്പെടുത്തലിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ ഇന്ന് ഇടുന്നത്. കാരണം അങ്ങനെ ശ്രദ്ധക്കുറവ് കൊണ്ട് ആർക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ ഇത് പിന്നെ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഇങ്ങനെയുള്ള വീഡിയോ പോലും നിങ്ങൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് മോശമായിപ്പോയി എന്നുള്ളൊരു നെഗറ്റീവ് രീതിയിൽ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ വേണ്ടി പാടില്ല. കാരണം വെച്ചാൽ ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വിഷ്ണു, ഓക്കെ. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. വീഡിയോ മൊത്തത്തിൽ കണ്ടാലേ എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ല ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. മിംസ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അടുത്തോട്ടേക്ക് പോയാൽ നമുക്ക് താഴച്ചോക്ക് എത്താൻ വേണ്ടിയിട്ട് ഷോർട്ട് വഴിയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി ഇതിലൂടെ പോകാൻ തീരുമാനിച്ചു. നമ്മൾ എളുപ്പവഴി നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് താഴച്ചോക്ക് എത്താൻ വേണ്ടി. നമുക്ക് ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അപ്പുറത്തെ റോഡ് അടച്ചിട്ടാന്നുള്ളത്. ഭയങ്കര പൊടി ഉണ്ട്. ഈ കാണുന്നതാണ് ആശുപത്രി, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. റോഡ് പണി പരക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ഒരുപാട് കാറും അങ്ങനത്തെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും തിരക്കാണ്. നമ്മൾ ലിസ്റ്റിൽ മേലേക്ക് കയറുമെന്ന്. നമ്മൾ ലിസ്റ്റിൽ കയറി നമുക്കത് 3ാമത്തെ നിലയിലെത്തിയത്. അപ്പോൾ ആ ലിസ്റ്റ് 3ാം നില വരെ ഉള്ളൂ. ചാടുന്ന നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്നു. നിലയിലെത്തിയിട്ടുണ്ട്. ആ കാണുന്നത് എൻ്റെ മേമേൻ്റെ മോനാണ് രൂമേഷ്. അപ്പോൾ ഇവൻ്റെ മോന് ഒരു അപകടം പറ്റി. അങ്ങനെ ഇപ്പം നമ്മൾ മിംസ് ആശുപത്രിയിൽ വന്നിട്ടാണുള്ളത്. കണ്ണൂർ 1-2 വലിയ ആശുപത്രിയിലെല്ലാം പോയി. അപ്പോൾ ഓപ്പറേഷൻ വേണം, റിസ്ക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഈന രൂമ നമ്മളെ കാണാൻ വന്ന ആൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടാ, ഫുൾ ആക്റ്റീവായിട്ടുള്ള ആളാണ്. ഒന്നാമത് പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു മടിയും പിന്നെ ആ വേദനേൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുന്ന തോന്നുന്നത്.
ഇപ്പൊ നമ്മൾ കാണുന്ന വെച്ചാല് മിംസ് ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള കാഴ്ച കാണുന്നത് 4ാമത്തെ നില. കാരണം എഴിഞ്ഞഴിഞ്ഞ് പോകുന്നുണ്ട്. നമ്മളാ പിള്ളേരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് പെങ്ങള് ദീപ വിളിച്ചിനേനു. ചേട്ടാ പിന്നെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടേ, പക്ഷേ പിന്നെ അവര് എമൗണ്ട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇന്നിപ്പം ഡിസ്ചാർജായി. അപ്പം മരുന്ന് കയറ്റാൻ വേണ്ടിയെല്ലാം കൈക്ക് കുത്തി വെച്ച സൂചി അതെല്ലാം അയക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. നൈച്ചൂട്ടുമ്പോൾ അല്ലാണ്ട് കരയുന്നുണ്ട്. അപ്പം മോന് ഈ സമയത്ത് ഇങ്ങനെ വേദന ആണെങ്കിൽ അന്ന് അപകടം പറ്റിയാൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അങ്ങനെ പ്രത്യേക സ്ഥലത്തിലാണല്ലോ അപകടം പറ്റിയതും. അങ്ങനെ ഈ വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ രൂമിയോട് ചോദിച്ചു. അപ്പോൾ രൂമാറിനെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിക്കോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതും. ഇത് കണ്ടിട്ട് ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് കുറച്ചെങ്കിലും ഗൗരവമാകുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അപകടം പറ്റിയതിൻ്റെ മുറിവ് പറ്റിയതിൻ്റെ ഫോട്ടോസെല്ലാം രൂമ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കോന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. മുറിവെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. അന്ന് അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ തുന്നിക്കെട്ടിയതെല്ലാം കാണുമ്പം വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ ഫോട്ടോസൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താണ്ട് നിൽക്കുന്നത്. അത്രക്കും വല്ലാത്ത ഭീകരമായൊരു അവസ്ഥയാണ് ആ കാഴ്ച. അതുകൊണ്ടൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ അവർ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി. അന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് പുറപ്പെട്ട് ആശി കുറച്ച് മുന്നോട്ടെത്തിയായിരുന്നു തന്നെ ആശയെല്ലാം ഉറക്കം തുടങ്ങിയിന്. വൈഷ്ണവിനെ മുറുക്കെ പിടിച്ചിരുന്ന് ഉറങ്ങുന്നുണ്ട്. ഇടത്തെ കൈ കൊണ്ട് ഞാനും ആശീനെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്, ചെരിഞ്ഞു പോകാണ്ടൊക്കെ. ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ചൂട് കണ്ണു തട്ടാണ്ടൊക്കെ ആശിക്ക് കണ്ണടയെല്ലാം വെച്ച് കൊടുത്തിന്. ബാവ പൈപ്പ് എടുത്ത് കളിക്കുമ്പോൾ സോഫയിൽ നിന്ന് തുള്ളിയതാ. അന്നേരം അങ്ങ് ആ പൈപ്പ് വായി കയറി. അങ്ങനെയാണ് മുറിവ് പറ്റിയത്. വീഡിയോൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ അപകടം പറ്റിയത് കഴിഞ്ഞാൽ എൻ്റെ മേമേൻ്റെ മോനാണ്. അതായത് രുമേഷിൻ്റെ മോൻ. രുമേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ മേമേൻ്റെ മോനാണ്. അപ്പോൾ രുമേഷിനൊരു ഏട്ടനുണ്ട്, രൂപേഷ്. അപ്പോൾ രൂപേഷിനും ഇതേ പ്രായത്തിലുള്ള ഒരു മോനുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും അവൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം സോഫയിൽ നിന്ന് ഇങ്ങനെ കളിക്കലായിരുന്നു പോലും. അപ്പോൾ ഈ മുറിവ് പറ്റുവൻ്റെ കൈമിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു പോലും, പ്ലാസ്റ്റിക്കിൻ്റെ, നമ്മളെ വയറിങ്ങിൽ ഉപയോഗിക്കുന്നത്. അധികം വായിൽ വെച്ചിട്ട് ഇങ്ങനെ ഊതിക്കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കലായിരുന്നു പോലും. പെട്ടെന്ന് സോഫയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെച്ചാൽ ആ വായി പൈപ്പിൻ്റെ ഒരു തല നിലത്ത് കുത്തി ടൈറ്റായി പോയിട്ട് മറ്റേ തല വായിക്കങ്ങ് ഉള്ളിലങ്ങ് കുത്തി കയറിപ്പോയി. അതായത് വായിൻ്റെ ഉൾഭാഗം, മേലത്തെ ഭാഗം, നമ്മൾ അണ്ണാക്ക് എന്നുള്ള നാടൻ ഭാഷ പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്ത തൊലി മൊത്തം പറഞ്ഞങ്ങ് ഇളകിപ്പോയി. പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ എല്ലാം പറഞ്ഞാൽ അത് തുന്നിക്കെട്ടിയെല്ലാം കാണുന്നുണ്ട് നമ്മളിങ്ങനെ വായി തുറന്ന് നോക്കുമ്പോൾ. വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം തൊലി മൊത്തം ഇളകിപ്പോയി. വളരെയധികം കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുട്ടികൾ കളിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഗൗരവമൊന്നും ഉണ്ടാവില്ല, എന്നാൽ സംഭവിക്കുന്നതെന്നുള്ളതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം പ്രത്യേകിച്ചിട്ട് കാരണം വെച്ചാൽ 2 മാസം സ്കൂൾ കൂട്ടിയ സമയമായതുകൊണ്ട് തന്നെ അവരെന്തെല്ലാം കളിക്കുന്നു, എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും വരാം. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ.